ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അതുപോലെ ഇനി വരാൻ പോകുന്ന 10th ബേസിസിൽ നടക്കുന്ന എക്സാംസിനൊക്കെ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ACRT NCERT ചാപ്റ്റേഴ്സ് മെയിൻലി NCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് അല്ലേ. അത് 2 സബ്ജക്ട്സിൻ്റെയാണ് കണ്ടത്. വരും ദിവസങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ഒക്കെ നോക്കാട്ടോ. ഇന്ന് നമ്മൾ നമ്മുടെ 150 ഡേയ്സിന്റെ ഒരു ടൈം ടേബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഇന്നത്തെ ദിവസം നമ്മൾ വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേൾഡ് ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് SCERT പാഠഭാഗങ്ങളുടെ ജസ്റ്റ് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് 10th ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി. സെക്കൻഡ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് 2 പോർഷൻസും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10ലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഈ ഏരിയയിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് പല ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. NCERT ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് നമുക്ക് വഴിയാൻ നോക്കാം. ഓക്കെ, ക്ലാസ്സുകൾ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ SCERT NCERT സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇങ്ങനെ എടുക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകൾ കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻ നോക്കാം. 4 ടൈപ്പ് ഓഫ് വിൻസ് ആണ് നമ്മൾ മെയിൻലി പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തേത് പ്ലാനറ്ററി വിൻസ്, അതുപോലെ തന്നെ സീസണൽ വിൻസ് അല്ലെങ്കിൽ പീരിയോഡിക് വിൻസ്, പിന്നെ ഈ പറയുന്ന പോലെ പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ വിൻസ്, പിന്നെ വേരിയബിൾ വിൻസ്. ഇതിൽ നമ്മൾ ആദ്യത്തെ 2 കഴിഞ്ഞ ഈ ഒരു ചാപ്റ്ററിന്റെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലാതെ നിങ്ങൾക്ക് SCERT NCERT സെപ്പറേറ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രാദേശികവാദങ്ങൾ, ലോക്കൽ വിൻസ് ആസ് ദ നെയിം സജസ്റ്റ്, ആ ഒരു പേരിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്, ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന കാറ്റുകളെയാണ് നമ്മൾ പ്രാദേശികവാദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രദേശത്ത് തന്നെ വളരെയധികം മർദ്ദവ്യത്യാസം വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ഇത്തരം കാറ്റുകൾ ഉണ്ടാകുക. നമ്മളെ സ്ഥിരം കേൾക്കുന്ന കുറേയധികം കാറ്റുകളുടെ പേരാണ് ലൂ, മാംഗോ ഷവർ, കൽബൈസാക്കി. ഇതൊക്കെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നതാണ്. ഓക്കെ, ഈ പറയുന്ന ലൂ, മാംഗോ ഷവർ, കൽബൈസാക്കി ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ സീസൺ, ഇന്ത്യൻ ജോഗ്രഫി സീസൺ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൽ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ലൂ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് ഋതുവിന്റെ ഒപ്പം അല്ലെങ്കിൽ ഏത് സീസണിന്റെ ഒപ്പമാണ് കാണപ്പെടുന്നത് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ എന്താണ് ശൈത്യകാലം, അതുപോലെ തന്നെ എന്താണ് വേനൽക്കാലം, ആ ഒരു ഓരോ സീസണിൽ പറയുന്നുണ്ട് ഏത് കാറ്റ് ഏത് സമയത്ത്. വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അത് ഏത് സീസണിന്റെ സമയത്താണ് കാണപ്പെടുന്നത്. അത് നിങ്ങൾ 10th ക്ലാസ്സിലെ ചോദ്യ പേപ്പർ തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യം തന്നെ നമുക്ക് ചിലപ്പോൾ PSCയിലും വരാം. കാരണം 10th പ്രിലിംസിലെ ലാസ്റ്റ് സ്റ്റേജിൽ കോട്ടണോപോളിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഏത് സ്ഥലമാണ് എന്ന് ചോദിച്ചപ്പോൾ മുംബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരം എഴുതി കാണുമല്ലോ. ഈ പറയുന്ന മുംബൈ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു ചോദ്യം ആക്ച്വലി നമ്മളുടെ ആ എന്താണ് സ്പെസിഫൈഡ് ആയിട്ട് 10th ഒരു പാഠം പറയുന്നുണ്ട്. അതിൽ ഉള്ളൊരു ചോദ്യമാണത്. ഓക്കെ, അതിൽ പറഞ്ഞു പോകുന്നൊരു കാര്യമാണ്. ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് തന്നെ കുറേയധികം ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ലൂ, മാംഗോ ഷവർ, കൽബൈസാക്കി ഇതൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്ത് വീശുന്ന ഒരു പ്രാദേശികമായിട്ട് അനുഭവപ്പെടുന്ന കാറ്റുകളാണ്. ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ഇത് നെതേൺ സൈഡിലാണ് ലൂ ഒക്കെ അല്ലെ. നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് ലൂ നമ്മൾ സ്പെസിഫിക് ആയിട്ടാണ്. കൽബൈസാക്കി വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് കാണുന്നത്. അപ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇനി ചിനൂക്ക്, ഹെർമറ്റൻ, ഫോൺ തുടങ്ങിയവ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ, അതായത് മറ്റു കൺട്രീസ് നമുക്കറിയാം. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. വേണമെങ്കിൽ കിഴക്കൻ ചെരുവ് എന്നുള്ളത് ചിലപ്പോൾ പടിഞ്ഞാറൻ ചെരുവായിട്ട് വല്ലതും തരാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വളരെയധികം ടഫായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് തരാൻ സാധിക്കാം. അപ്പൊ നോക്കിയേ, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ, വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്ക ആണല്ലോ. അവിടെ കാണുന്ന മൗണ്ടൻ ഏതാണ്, റോക്കി. അപ്പൊ ഓർക്കാനുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞുതരാം, RNA എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, നോർത്ത് അമേരിക്കയിലെ റോക്കീസ്. ചിലപ്പോൾ ആൻഡീസും റോക്കീസും മാറിപ്പോവാറുണ്ട് ചിലവർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. സൗത്ത് അമേരിക്കയിൽ ഏതാണ്, നോർത്ത് അമേരിക്കയിൽ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. ആൻഡീസും റോക്കീസും എന്ന് പറയുന്നത്. അപ്പൊ റോക്കീസ് എവിടെയാണ്, നോർത്ത് അമേരിക്കയില്. ആൻഡീസ് എവിടെയാണ്, ഇത് സൗത്ത് അമേരിക്കയിലാണ്. ഓക്കെ, അപ്പൊ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. അതും ശ്രദ്ധിക്കണം, ഉഷ്ണക്കാറ്റാണത്. ഓക്കെ, ഹോട്ട് വിൻഡ് ആണത്. എന്താണ് അതിന്റെ ഗുണം, ഈ കാറ്റിന്റെ ഫലമായി റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ്. അപ്പോൾ ലോക്കൽ വിൻസ് പഠിക്കുമ്പോൾ നമ്മൾ കുറേയധികം വിൻസ് പഠിക്കുന്നുണ്ട്. ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വിൻസ് ഉണ്ട്, അതായത് വളരെയധികം സഹായിക്കുന്ന ആ ഒരു പ്രദേശത്ത് വീശുന്നതിലൂടെ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വസിക്കുന്ന മനുഷ്യരെയും ഒക്കെ സഹായിക്കുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള വിൻസ് ഉണ്ട്. അതേസമയം ഹാംഫുൾ ആയിട്ടുള്ള വിൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വെറുതെ കാറ്റ് പഠിക്കുന്നതിനേക്കാൾ ഉപരി അത് ഹോട്ടാണോ ഡ്രൈ ആണോ, അത് ഹെൽപ്ഫുൾ ആണോ അല്ല ഹാംഫുൾ ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഹോട്ട് ആയതുകൊണ്ട് ഒരു സാധനം നമുക്ക് ഇപ്പോൾ ഹോട്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു എന്താണ് ഹാംഫുൾ എന്നുള്ളൊരു ചിന്ത വരരുത്. ഹോട്ടാണ്, ആ ഹോട്ട് വിൻഡ് ആണ് ചിനൂക്ക്. ബട്ട് അതെന്താ ചെയ്യുന്നത്, റോക്കി പർവ്വതനിരയുടെ കിഴക്കേ ചെരുവിൽ അത്രയും തണുത്ത് അവിടുത്തെ ആ മഞ്ഞുരുകി എന്ത് ചെയ്യുന്നു,
മഞ്ഞിന്റെ ആ ഒരു അതായത് ആ ശൈത്യത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് സ്നോ ഈറ്റർ എന്നർത്ഥമുള്ള അല്ലെങ്കിൽ മഞ്ഞ് തീനി എന്നർത്ഥം വരുന്ന ചിനൂക്ക് എന്ന ആ ഒരു പേര് ആ ഒരു കാറ്റിന് ലഭിക്കുന്നത്. ഹെൽപ്ഫുൾ ആയിട്ടുള്ള വിൻഡാണ്, അതേസമയം അത് ഹോട്ട് വിൻഡാണ്. ഇത്രയും കാര്യം മനസ്സിലാക്കണം. ഓക്കെ, മാത്രമല്ല ഇത് കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചിനൂക്ക് കണ്ടു. രണ്ടാമത്തെ കാറ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഫോൻ. ഓക്കെ, ആൽപ്സ് പർവ്വതനിര എല്ലാവർക്കും അറിയാലോ, യൂറോപ്പിൽ കാണപ്പെടുന്ന മൗണ്ടൻസ് ആണ്. അപ്പോൾ നിങ്ങൾ മൗണ്ടൻസും എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ പഠിച്ചിട്ടുണ്ടാവണം. പർവ്വതനിരയുടെ വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൻ എന്ന് പറയുന്നത്. താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. അപ്പൊ ഇതും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വിൻഡ് ആണ്. ചിനൂക്കും ഹെൽപ്ഫുൾ ആണ്, ഫോണും ഹെൽപ്ഫുൾ ആണ്. ഇത് രണ്ടും ഹോട്ട് ആയിട്ടുള്ള വിൻസ് ആണ്. തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്ന കാറ്റുകളാണ് ഈ പറഞ്ഞ രണ്ടും. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശികവാദമാണ് ഹെർമാറ്റൻ. ഓക്കെ, ഇതെന്താണ്? ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന ഒരു പ്രാദേശികവാദമാണ്. പൊതുവെ ഈർപ്പം കുറഞ്ഞ വളരെയധികം മോയ്സ്ചർനെസ് ഇല്ലാത്ത അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഡോക്ടർ വിൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന വരണ്ട കാറ്റായ ഡ്രൈ വിൻഡ് ആണ്. എന്ത് നമ്മളിപ്പോൾ കണ്ട ഹെർമാറ്റൻ. നേരത്തെ കണ്ട രണ്ടും എന്താണ്? ഹോട്ട് വിൻഡ്സ് ആണ് അല്ലെ. ഇത് ഡ്രൈ ആയിട്ടുള്ള ഒരു വിൻഡ് ആണ്. ഇതെന്താ ചെയ്യുന്നത്? അതായത് വരണ്ട കാലാവസ്ഥ, അതായത് പൊതുവെ ഈർപ്പം നിറഞ്ഞ് വളരെയധികം അസുഖകരമായ ഒരു കാലാവസ്ഥയാണ് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ. അപ്പൊ അവിടേക്ക് ഈ കാറ്റ് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വളരെയധികം ആ ഒരു ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നു. അപ്പൊ ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ അല്ലെ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഒരു വാദമാണ്. ഓക്കെ, കാലാവസ്ഥ മെച്ചപ്പെടുന്നത് കൊണ്ടാണ് ഇപ്പൊ ഡോക്ടർ എന്നാൽ അസുഖം മാറുമല്ലോ, അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ ഒരു ദുസ്സഹമായ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഹെർമാറ്റൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ ലോക്കൽ വിൻഡ് നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് പഠിക്കേണ്ടത്. ടെക്സ്റ്റിൽ പറയാത്തൊരു പോയിന്റ് പറയാം. ഹെർമാറ്റൻ ഡോക്ടർ വീശുന്ന ആ ഒരു പ്രദേശം ഏതാണെന്നറിയോ? ആഫ്രിക്കയിലെ ഗിനിയ എന്ന് പറയുന്ന സ്ഥലമാണ്. സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അതൊന്ന് മനസ്സിലാക്കി. ഫെർമാൻഡിൽ ഡോക്ടർ ഉണ്ട്, അങ്ങനത്തെ ഒരു കാറ്റുണ്ട് കേട്ടോ. അത് ഓസ്ട്രേലിയയിൽ വീശുന്ന കാറ്റാണ്. ഓക്കെ, ലൂ നമുക്കറിയാം ഇന്ത്യയിൽ അല്ലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഒരു വളരെയധികം ഉഷ്ണക്കാറ്റ്, എന്താ പറയാ ഭയങ്കര ഉഷ്ണകാലത്ത് വീശുന്ന ഒരു കാറ്റായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം മരുഭൂമിയിൽ നിന്ന് വീശുന്ന കാറ്റാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിക്കാനാണ് ഇത് കാരണമാകുന്നത്. കാരണം ഇത് ഉഷ്ണകാലത്താണ് വീശുന്നത്. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, അതായത് വേനൽക്കാലത്താണ് മെയിൻ ആയിട്ട് വീശുന്നത്. അപ്പൊ അവിടുത്തെ വേനലിന്റെ ആ ഒരു തീക്ഷ്ണത കൂടാനാണ് ഇത് കാരണമാകുന്നത്. ഓക്കെ, അത് വളരെയധികം ദുസ്സഹമായിട്ടുള്ള ഒരു കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. അത് ഹാംഫുൾ ആണ്. അപ്പൊ ഇത്രയും നമ്മൾ കണ്ടില്ല, ഒരു ഹാംഫുൾ ആയിട്ടുള്ള വിൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ കണ്ട ഹോട്ട് ഡ്രൈ വിൻഡ് ആയ ലൂ തന്നെയാണ്. അതും ഒരു ഹോട്ട് വിൻഡ് ആണ്. ഓക്കെ, ഹോട്ട് വിൻഡ് ആണ്, ബട്ട് അത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു വിൻഡ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉത്തരേന്ത്യൻ ഇതിൽ ഈ ഒരു കാറ്റ് കാരണം ഹീറ്റ് സ്ട്രോക്ക് ഒക്കെ വരാറുണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് അഞ്ചാമത്തത് ഇവിടെ പറയുന്നതാണ് മാംഗോ ഷവേഴ്സ്. ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശികവാദമാണ് ഈ പറയുന്ന മാംഗോ ഷവേഴ്സ്. ഈ കാറ്റ് മാങ്ങ പഴുക്കുന്നതിനും പൊടിയുന്നതിനും കാരണമാകുന്നതിനാൽ ഇതും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വിൻഡ് ആണ് അല്ലെ. നമ്മൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ട വേറെ കുറെ ഉണ്ട്. അത് നിങ്ങൾ എന്താ പറയാ റാങ്ക് ഫയൽ നോക്കിയാലൊക്കെ കിട്ടും. ഇപ്പൊ അഞ്ചെണ്ണാണ് NCERT ബേസ്ഡ് പറയുന്നത്. വേറെയും ഉണ്ട് കാറ്റുകൾ, എസ്പെഷ്യലി മിസ്ട്രാൽ, കോൾഡ് വിൻഡ് ആണ്. അത് എവിടെയാണ് വീശുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ്, അതുപോലെ തെക്ക് കിഴക്കൻ സ്പെയിൻ, ഇവിടെയൊക്കെ വീശുന്ന ഒരു പ്രാദേശികവാദമാണ് കോൾഡ് വിൻഡ്. ഇത് വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള ഒരു വിൻഡ് ആണ്. ഹാംഫുൾ ആണ് ഈ വിൻഡ്. ഓക്കെ, കാരണം സസ്യജാലങ്ങളെയൊക്കെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു വളരെ കോൾഡ് വിൻഡ് ആണ് മിസ്ട്രാൽ. ഓക്കെ, ഹേമന്തകാലത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രാദേശികവാദമാണ് മിസ്ട്രാൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണത്, അതുകൊണ്ടാണ് പറഞ്ഞത്. മറ്റൊരു വിൻഡ് ഉണ്ട്, അതിന്റെ പേര് ബ്ലിസാർഡ് എന്നാണ്. ഒരു കോൾഡ് വിൻഡ് ആണ് കേട്ടോ. അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിൽ വീശുന്ന വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു വിൻഡ് ആണ് ബ്ലിസാർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇപ്പൊ നമ്മൾ ആഫ്രിക്കയുടെ കണ്ടല്ലോ, ആഫ്രിക്കയുടെ ഇതിൽ തന്നെ സഹാറ മരുഭൂമിയിൽ നിന്ന് വടക്കൻ ആഫ്രിക്ക, തെക്കൻ ഇറ്റലി അവിടേക്കൊക്കെ വീശുന്ന ഒരു തരം അത് വളരെ ചൂടുള്ളതും വളരെ വരണ്ടതും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാറ്റുണ്ട്. അതാണ് സിറോക്കോ. ഓക്കെ, സിറോക്കോ ഇതൊരു ഹോട്ട് ഡ്രൈ വിൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒപ്പം ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ആണ് കുറച്ചും കൂടെ ഇതിൽ, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പഠിക്കേണ്ടത് കൊണ്ട് ഇതൊക്കെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ സഹാറയിലെ ഒരു ചുവന്ന പൊടിക്കാറ്റ്, ഇപ്പൊ പറഞ്ഞ ഈ കാറ്റാണ് ചുവന്ന പൊടിക്കാറ്റ്. ഓക്കെ, വളരെയധികം ചൂടുള്ളതും വരണ്ടതും പൊടി നിറഞ്ഞതുമായിട്ടുള്ള ഒരു കാറ്റാണ് സിറോക്കോ. അപ്പോൾ ഇത് ഈ ഒരു ചുവന്ന പൊടിക്കാറ്റ് മെഡിറ്ററേനിയൻ കടൽ കടക്കുമ്പോൾ വളരെയധികം മോയ്സ്ചർ ഒക്കെ ഉണ്ടായി അവിടെ ഉണ്ടാകുന്ന ആ ഒരു റെയിൻ മോയ്സ്ചർനെസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് മഴ പെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു മഴ എന്ന് പറയുന്നത് ലഭിക്കുന്നത് രക്തമഴ എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അസ്ഥിരവാദങ്ങൾ അഥവാ
വേരിയബിൾ വിൻസ് ആണ്. അപ്പോൾ പ്രത്യേക ചില അന്തരീക്ഷ അവസ്ഥകളിലേ അത് രൂപം കൊള്ളുള്ളൂ. ചക്രവാതങ്ങളും പ്രതിചക്രവാതങ്ങളും അസ്ഥിരവാതങ്ങളാണ്, അതായത് വേരിയബിൾ വിൻസ് ആണ്. മെയിൻലി നമ്മൾ ഇതിൽ ഒരെണ്ണം പഠിക്കുക, മറ്റൊരെണ്ണം അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സൈക്ലോൺ പഠിക്കുമ്പോൾ നദേൺ ഹെമിസ്ഫിയറിൽ ഒരു രീതിയിലായിരിക്കും അത് പോവുക, സദേൺ ഹെമിസ്ഫിയറിൽ വേറെ ആയിരിക്കും. ഇതിൽ നമ്മൾ സൈക്ലോൺ പഠിക്കുമ്പോൾ നദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു മൂവ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കുക, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. ഇതിൽ സൈക്ലോണിന്റെ കാര്യങ്ങൾ എന്തൊക്കെ പറയുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റി സൈക്ലോൺ അഥവാ പ്രതിചക്രവാതത്തിൽ. ആ ഒരു ഐഡിയയോട് കൂടി വേണം ഇത് പഠിക്കാൻ. ഇത് നടുക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നടുക്ക് ലോ പ്രഷർ സിസ്റ്റം ആയിരിക്കും, ചുറ്റും ഹൈ പ്രഷർ ആയിരിക്കും. സ്വാഭാവികമായിട്ട് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് വീണ്ടും വീശുന്നത് കൊണ്ട് കാറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയായിരിക്കും വീശുക. പക്ഷേ നദേൺ ഹെമിസ്ഫിയർ എങ്ങനെയാണ്, നദേൺ ഹെമിസ്ഫിയറിൽ നമുക്കറിയാം കോറിയോളിസ് ഫോഴ്സ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഏതൊരു ഒബ്ജക്റ്റിന്റെയും മൂവ്മെന്റ് റൈറ്റിലോട്ടായിരിക്കും നദേൺ ഹെമിസ്ഫിയറിൽ അല്ലെ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് ഈ കാറ്റ് നദേൺ ഹെമിസ്ഫിയറിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് എതിർ ഘടികാര ദിശയിലായിരിക്കും എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്, എന്താണ്, ഈ സൈക്ലോൺസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയാണ്, ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്നും മിതോഷ്ണ മേഖലാ ചക്രവാതങ്ങൾ എന്നും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺ അതാണ് ഉഷ്ണമേഖല സൈക്ലോൺസ്, മിതോഷ്ണ മേഖല എന്ന് പറയുന്നത് ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഇങ്ങനെ രണ്ട് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ ഇതിനുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നില്ല എങ്ങനെയാണ് എന്താണ് എന്നുള്ളത്. മെയിൻലി പറയുകയാണെങ്കിൽ ഈ ട്രോപ്പിക്കിന്റെ ഒരു പ്രത്യേകത, അതായത് ഉഷ്ണമേഖല, അതായത് ട്രോപ്പിക് സോൺസ്, വളരെയധികം ട്രോപ്പിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ചൂടേറിയ സമുദ്രങ്ങളായിരിക്കും, വളരെയധികം ഹോട്ട് ആയിട്ടുള്ള ഓഷ്യൻസ്. അവിടെ സമുദ്രങ്ങളുടെ മുകളിൽ രൂപം കൊള്ളുന്ന ഒരു ടൈപ്പ് ഓഫ് വിൻഡ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക കൊടുങ്കാറ്റുകളൊക്കെയാണ് ഈ പറയുന്ന സൈക്ലോൺ എന്ന് പറയുന്നത് കേട്ടോ. അതിതീവ്രമായ സൈക്ലോൺസ് ആണ് ഇവ സമുദ്രത്തിലാണ് മെയിൻലി ഉണ്ടാവുന്നത്. ഓക്കെ, എന്നിട്ട് കരയിലേക്ക് തീരത്തേക്ക് വീശും. അപ്പോൾ ഇതിൽ പറയുകയാണ് നമ്മളോട്, അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ മൂവ്മെന്റ് ഓക്കെ എങ്ങനെയാണ്, എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്ക് നിന്നും ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ മൂവ്മെന്റ് പറയുന്നത്. ഓക്കെ, ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ മൂവ്മെന്റ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടാണ് അത് മൂവ് ചെയ്യുക. അതായത് ഇങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ ചുഴറ്റി ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതെന്താണ്, അതിന്റെ ആ ഒരു മൂവ്മെന്റ് എങ്ങോട്ട്, ഏത് ദിശയിലേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കാം, ഏത് മേഘങ്ങളുടെ രൂപീകരണ പ്രക്രിയയിലൂടെയാണ് സൈക്ലോണിന് ആ ഒരു എനർജി ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യൂമുലോ നിംബസ് ആണ്. ക്യൂമുലോ നിംബസ് മേഘങ്ങളുടെ അതിൽ നിന്നാണ് ഇവർക്ക് ആ ഒരു ഊർജ്ജം ലഭിക്കുന്നത്. ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ കുറിച്ചിട്ടാണ്. അതിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു, സമുദ്രത്തിലാണ് അത് ഉണ്ടാകുന്നത് അല്ലെ. ഇനി ആ ഒരു എവിടെയാണ് ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, അത് കര തൊടുന്ന ഭാഗത്തെ നമ്മൾ ലാൻഡ് ഫോൾ എന്ന് വിളിക്കുന്നു പറഞ്ഞു. ഇനി ഇത് വളരെയധികം അതിശക്തമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അതാണ് ചക്രവാത നേത്രം അഥവാ ഐ ഓഫ് ദ സൈക്ലോൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും, അതായത് ഈ പറയുന്ന വായു, അതായത് ആക്ച്വലി വായുവിന്റെ ഒരു മൂവ്മെന്റ് ആണല്ലോ ഈ പറയുന്ന കാറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ എന്താണ് അതിശക്തമായിട്ട് കാറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞു. പക്ഷേ വായു വളരെയധികം താഴ്ന്നിറങ്ങുന്ന ഒരു ശാന്തമായ മേഖലയാണ് ഈ പറയുന്ന ഐ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ പറയുന്ന ചക്രവാത നേത്ര അഥവാ ചക്രവാത നേത്ര ഐക്ക് ചുറ്റുമായിട്ട് ഒരു നേത്ര ഭിത്തി ഉണ്ട്. ഇതിങ്ങനെ ഒരു ഭിത്തി, അതായത് നിങ്ങളെ ഫോം ചെയ്യണതിന്റെ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഫോം ചെയ്യുന്നത്. നിങ്ങൾ പിക്ചറിൽ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഇങ്ങനെയായിട്ട് ഇവിടെ ഒരു ഭിത്തി പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിനെ അങ്ങനെ വിളിക്കുന്നതാണ്. ഓക്കെ, ചക്രവാത നേത്രത്തിന് ചുറ്റുമായിട്ട് നേത്രഭിത്തി എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മളൊരു സംഭവം വിളിക്കുന്നുണ്ട്. ഇവിടെയാണ് കാറ്റിന്റെ വേഗത ഏറ്റവും കൂടുതൽ. ഓക്കെ, കാറ്റിന്റെ വേഗത കൂടുതലുള്ള ഒരു പ്രദേശമാണ് ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ ഐവോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ആണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഓരോ പ്രദേശത്ത് അല്ലെങ്കിൽ പറയാൻ എന്താണ്, ഓരോ ഇതിലും വീശുന്ന പ്രദേശത്ത് പല പേരുകളിലാണ് നമ്മൾ ഈ സൈക്ലോൺസിനെ വിളിക്കുക. നമുക്കറിയാം, ആദ്യം നമ്മുടെ കാര്യം പറയാം. സൈക്ലോൺ എന്ന് വിളിക്കുന്നത് ബംഗാൾ ഉൾക്കടലിന്റെ ഇതിലാണ്. ഹരിക്കെയിൻ കരീബിയൻ കടല്, അത് വെസ്റ്റ് ഇൻഡീസിന്റെ ആ ഒരു ഇതില്, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗത്ത്, അതുപോലെ മെക്സിക്കോ ഉൾക്കടല്. ഓക്കെ, അതായത് ഹരിക്കെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പറയുന്ന ഏരിയാസിലാണ്. ഇത് ചോദിക്കാറുണ്ട്, നിങ്ങൾ സ്ഥിരം കണ്ടു കാണും. കുറച്ച് എക്സാമ്പിൾ ആണ്. ട്രോപ്പിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദിക്കാറുള്ളതാണ്. തൈഫു ജപ്പാനിൽ, വിലീസ് ഇത് ഓസ്ട്രേലിയയിലാണ്. ടൈഫൂൺസ് വേറെ കേട്ടോ, ടൈഫൂൺസ്. ചൈന കടല്, പസഫിക് സമുദ്രം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി ചോദിക്കാറുള്ളത്, അതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ സൈക്ലോൺസ് എപ്പോഴും കൂടുതലും കടലിലാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ലക്ഷദ്വീപിലും കേരള തീരപ്രദേശങ്ങളിലും 2017 നവംബർ മാസത്തിൽ ആഞ്ഞടിച്ച ഓക്കി ചുഴലിക്കാറ്റ് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ഉഷ്ണമേഖലാ ചക്രവാതമാണ്. അതായത് ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ. മേഖലാ സമുദ്രപ്രദേശത്താണ് പ്രത്യേകിച്ച് ഇത് വരുന്നത്. അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന പ്രാദേശിക മർദ്ദ വ്യതിയാനമാണ് ഉഷ്ണമേഖലാ ചക്രവാതത്തിന് കാരണമാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെമ്പറേറ്റ്. അതൊന്ന് എടുത്തു നോക്കാം. ജസ്റ്റ് ഇനിയിപ്പോൾ ചോദിക്കാൻ സാധ്യത
വെച്ചിട്ട് ടെമ്പറേറ്റും കൂടെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണല്ലോ. അതായത് മിതോഷ്ണ മേഖലാ ചക്രവാതം. മെയിൻലി നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയറിലൊക്കെ ഇത് കാണുന്നുണ്ട്. ഏകദേശം വേണമെങ്കിൽ നമുക്ക് 35 ഡിഗ്രി തൊട്ട് ഒരു 65 ഡിഗ്രി വരെയുള്ള അക്ഷാംശ രേഖകളിലാണ് കൂടുതൽ കാണപ്പെടുക എന്ന് പറയാം. നമ്മുടെ ട്രോപ്പിക്കലി ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് മൂവ്മെന്റ് പറഞ്ഞെങ്കിൽ ഇത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് ഇതിന്റെ ഒരു സഞ്ചാര ദിശ എന്ന് പറയുന്നത്. ഓക്കെ, വളരെയധികം വി ആകൃതിയിൽ രൂപം കൊള്ളുന്ന ഒരു ചക്രവാതം, ഒരു ടൈപ്പ് ഓഫ് സൈക്ലോൺ ആണ് എന്ത് ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ടൊർണാഡോ എന്താണെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ടൊർണാഡോയും ഒരു ടൈപ്പ് ഓഫ് ട്രോപ്പിക്കൽ സൈക്ലോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ടൈപ്പ് ഓഫ് സൈക്ലോൺ ആണ്, ബട്ട് വളരെ സ്ട്രോങ് ആണത്. ഇത് കൂടുതലും USA അവിടങ്ങളിലൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, വളരെയധികം നാശനഷ്ടം ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സൈക്ലോൺ തന്നെയാണ് ഇത് കൂടുതലും, ബട്ട് കരയിലാണ് ഉണ്ടാവുക. ഓക്കെ, ഇത് കൂടുതലും ലാൻഡിൽ ഉണ്ടാവുന്നതാണ് ഈ ടൊർണാഡോ എന്ന് പറയുന്നത്. നമ്മൾ കണ്ട ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഒക്കെ കൂടുതലും സമുദ്രത്തിലാണ് ഉണ്ടാവുക, ഇത് പക്ഷെ കരയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെയധികം നാശനഷ്ടം വിധിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഡയമീറ്റർ ഒക്കെ വളരെയധികം കുറവാണ്. അതൊക്കെ അങ്ങനെ ക്ലാസിഫിക്കേഷൻ വെച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എനിവേസ് നമ്മൾ NCERT ബേസ്ഡ് ആയതുകൊണ്ട് കൂടുതൽ ഇവിടെ പറയുന്നില്ല. നെക്സ്റ്റ് ആന്റി സൈക്ലോൺ, പ്രതിചക്രവാതങ്ങൾ. സൈക്ലോണിൽ എന്തൊക്കെ പറഞ്ഞു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് നമ്മളുടെ ആന്റി സൈക്ലോൺ. ഹൈ പ്രഷർ സിസ്റ്റം ആണ് സെന്ററിൽ, ലോ പ്രഷർ സിസ്റ്റം പുറത്തായിരിക്കും. അപ്പോൾ ഉള്ളിൽ നിന്നാണ് വീശുന്നത് കാറ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വീശുന്ന ഒരു കാറ്റാണിത്. ഇതിനത് ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ശക്തമായി കാറ്റ് ചുഴറ്റി വീശുന്ന ഒരു പ്രതിഭാസമാണ് പ്രതിചക്രവാതങ്ങൾ. കോറിയോളിസ് പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിലെ ചക്രവാതങ്ങൾ കാറ്റ് വീശുന്നത് ഘടികാര ദിശയിലും ദക്ഷിണാർദ്ധഗോളത്തിൽ എതിർദിശയിലുമാണ്. ഓക്കെ, അപ്പൊ ആന്റി സൈക്ലോൺ നമുക്ക് അധികം പഠിക്കാൻ ഇല്ല. പ്രതിചക്രവാതം എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന്റെ മൂവ്മെന്റ് കൂടുതലും നമ്മൾ സൈക്ലോൺ, ട്രോപ്പിക്കൽ ടെമ്പറേച്ചർ അതാണ് കൂടുതൽ നോക്കേണ്ടത്. അപ്പൊ ഇത്രയും ഉണ്ടായിരുന്നുള്ള ഈ പാഠഭാഗം. അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാറ്റ് എന്ന് പറയുന്ന പോർഷൻ അത്യാവശ്യം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് ധാരാളം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും രീതിയിൽ പഠിക്കുന്നത്. അപ്പോൾ NCERT ബേസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് വേറെ ചെയ്യും. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, എല്ലാം വരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കിപ്പോയാൽ മതി ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിന്ന്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമ്മൾ 150 ഡേയ്സിന്റെ ടൈം ടേബിളിൽ പറഞ്ഞ പോർഷൻ വേൾഡ് ഹിസ്റ്ററി, വേൾഡ് ജിയോഗ്രഫി ആണ് ഇന്നത്തെ ദിവസങ്ങളിൽ പറഞ്ഞത്. വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ പ്രകാരമാണ് പോകണമെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കറണ്ട് അഫെയറും അതനുസരിച്ച് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മാർച്ച് 2024 ആണ് ഈ ഒരാഴ്ച നമ്മൾ നോക്കേണ്ട കറണ്ട് അഫെയറിന്റെ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.